ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ വന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഇത് അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടി. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തലിൽ എത്തി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഖമേനി. സെൻട്രൽ തെഹ്റാനിൽ മുഹറവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് ഖമേനി പ്രത്യക്ഷപ്പെട്ടത്. പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രസംഗിച്ചില്ലെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖമേനി ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനക്കൂട്ടം എഴുന്നേറ്റ് നിന്നു. ജനക്കൂട്ടത്തിന് നേരെ ഖമേനി കൈവീശുകയും ചെയ്തു. ഇസ്രായേലുമായി സംഘർഷം ആരംഭിച്ച ശേഷം ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് ഖമേനി പൊതുവേദികളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ജൂൺ 22-ന് ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ US നേരിട്ടിടപെട്ടിരുന്നു. പിന്നാലെ US ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ പരമോന്നത നേതാവ് എവിടെയായിരുന്നു എന്ന് US അറിയാമായിരുന്നു എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ വധിക്കാൻ US പദ്ധതിയില്ലായിരുന്നു എന്നും ട്രംപ് വ്യക്തമാക്കി. US സമ്മതം മൂളിയാൽ ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേലും അതിനിടെ ഭീഷണി മുഴക്കി. അതിനിടെ കീഴടങ്ങണമെന്ന ട്രംപിൻ്റെ ഭീഷണി ഖമേനി തള്ളുകയും ചെയ്തു. ജൂൺ 26-ന് സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലൂടെയായിരുന്നു ഖമേനി US മറുപടി നൽകിയത്. ഖത്തറിലെ US വ്യോമതാവളം ആക്രമിച്ചതിലൂടെ അമേരിക്കയുടെ മുഖത്തൊരു അടി നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഖമേനി തൻ്റെ പിൻഗാമികളുടെ പട്ടിക തയ്യാറാക്കിയതായി റിപ്പോർട്ട് വന്നു. ഇസ്രായേൽ US മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിൻ്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഖമേനി സുരക്ഷാ കേന്ദ്രത്തിലാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടാണ് പിൻഗാമി സാധ്യതാ പട്ടിക ഖമേനി മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞു. ഇറാനിലെ 3 മുതിർന്ന പുരോഹിതരെയാണ് ഖമേനി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്ന് ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ മകനെ പിൻഗാമിയായി ഖമേനി പരിഗണിച്ചില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതുകൂടാതെ യുദ്ധത്തിൽ നിലവിലെ സൈനിക നേതൃത്വത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ സഹായിക്കും വിധം ഉദ്യോഗസ്ഥരുടെ പേരുകളും അദ്ദേഹം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാനിൽ പുതിയ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് മാസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെയാണ്. എന്നാൽ ഇസ്രായേലോ US ആക്രമണത്തിലൂടെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഖമേനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതീവ സുരക്ഷാ കേന്ദ്രത്തിലുള്ള ഖമേനിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആളുകൾ മാത്രമാണുള്ളതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങൾ ഖമേനിയോ അദ്ദേഹത്തിനൊപ്പമുള്ളവരോ ഉപയോഗിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുമ്പോൾ ഇസ്രായേലിൽ മാധ്യമങ്ങൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. IDF വിദേശ മാധ്യമ പ്രതിനിധികളെ തടസ്സപ്പെടുത്തിയെന്ന് വാർത്തകൾ വന്നിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. യുദ്ധത്തിനിടെ IDFൻ്റെ 5 തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ്റെ മിസൈലുകൾ എത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.